സ്വന്തം ഇമ്രാൻ ഹാഷ്മി. അല്ല പറയാ അത് ചില സമയത്ത് തോന്നാറുണ്ട്. പറയാ കുറവായിട്ട് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ആര് പറയാൻ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജയം ജേണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇപ്പോ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ കുറെ ആളുകൾ ചോദിക്കുന്നത് എന്താണ് ഈ ആക്ടർ പറയാതെ. ആരാണ്? ടോവിനോ ഇച്ചായൻ. മലയാള സിനിമയിലെ യുവാക്കളിൽ ഭയങ്കര തരംഗമായിട്ടുള്ള താരങ്ങളിൽ ഒരാണല്ലോ ടോവിനോ. ഒന്നും ഇല്ലാത്തൊരു നടൻ, കാരണം പ്രത്യേകിച്ച് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത, എല്ലാം ഉണ്ട് ആവശ്യമുള്ളതൊക്കെ, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാള്. അയാള് ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ് പൊന്നെ അഭിയ നമ്മളെ വ്യൂവേഴ്സൊക്കെ. നിനക്കതില്ല വിചാരിച്ചിട്ട് ഒന്നുമില്ലാതെ ഒരു നടനെ കുറിച്ച് അറിയുമ്പോൾ ഒന്നുമില്ലായ്മയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് വേറെ എന്തെങ്കിലും ചിന്തിക്കും. ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നൊരാളാണ്. സോ ലിൻഡോ കുര്യന്റെ വീഡിയോ ആണ്, നമുക്ക് കണ്ടുനോക്കാം. കാരണം ടോവിനെ കുറിച്ച് നമ്മളും വിട്ടുപോയതാണ്, പക്ഷെ നമുക്ക് ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്ത വീഡിയോ കൂടിയാണ്. സോ നേരെ കാണാം. എന്തിപ്പോ എന്തൊഴിച്ചിരിക്കുന്നു, കാണാം. വേണ്ടേ? അമ്മോ കാണണം. ഇത് കിട്ടോ അവനോടൊരു ദേഷ്യം. അതാ ഇറച്ചിട്ട് പറയാൻ കട ഇല്ലെങ്കിൽ ഇട്. മറ്റു പലരും പല കാരണം കൊണ്ട് നടന്മാരായവരുണ്ട്. ടോവിനോ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിൽ വന്നത്. ഒരു പുതു എനർജി ഫ്രം മലയാളം സിനിമ. ഒരു വരവ് തന്നെ മാസമാണ്. You came with a clean slate, you entered the industry and you have success like that. ടോവി ഇവിടം വരെ എത്തിയത് അതിനൊരു ത്രില്ലുണ്ട്. ഒരാൾ ജോലിയും വലിച്ചെറിഞ്ഞ് ഗ്യാരണ്ടി ഇല്ലാത്തൊരു പരിപാടിക്ക് അയാളുടെ ഒരു കോൺഫിഡൻസ് വരും. അവൻ ഭയങ്കര ആഗ്രഹത്തിന്റെ സന്തതിയായിരുന്നു. ചെറിയ കുഞ്ഞു സിനിമയിൽ വരുന്നു, അവിടുന്നൊക്കെ ഈ മനുഷ്യൻ വന്നിട്ട് അവൻ സ്റ്റാർ ആവുന്നുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും 100% ഉറപ്പായിരുന്നു. ഒരു ഹീറോ ഉണ്ടായി വരാൻ, ആൾക്കാർ കൈയടിക്കുന്ന ഒരു ഹീറോ ഉണ്ടായി വരാൻ ചില്ലറ പണിയൊന്നും പോരാ. എനിക്ക് മുൻകൊടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. ഈ അനിയൻ ഇങ്ങനെ വാചാലനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ചേട്ടൻ എന്താണ് അനിയനെ പറ്റി പറയാനുള്ളത്? ഇവന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്, അവന് സ്കില്ലുണ്ട്, ടാലന്റ് ഉണ്ട്, ചെക്കനെ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ, ലുക്സ് ഉണ്ട്. ഒബ്വിയസ്ലി ഫ്യൂച്ചർ പ്ലാൻ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നതിന്റെ കവർ ഡ്രൈവ് അടിപൊളിയാണ്. he's young, he's smart, he's vibrant, one of the most desirable men in the Malayalam industry. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാ മാവന്റെ സൂപ്പർവൈസ്? നിന്റെ ചാത്തം കൊണ്ടാണ് മനസ്സിലാവുന്നത് കേട്ടോ. പ്രേമിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കരല്ലേ, പിന്നാലെ നടക്കുന്നു, നോട്ട്ബുക്കിൽ അവളുടെ പേര് എഴുതുന്നു, നന്നായി അത് പോയത്. സമാധാനം. നല്ല ആക്ടറാണ്, ரொம்ப ஸ்பெஷலா இருந்தது அவரோட பண்றது. ஆக்சுவலா ആക്ടറിനെ ടോവിനോയ്ക്ക് അല്ലാണ്ട് വേറെ ആർക്കും പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ടീമിൽ ആർക്കും തോന്നിയിട്ടില്ല. എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നൊന്നും തരി ഇഷ്ടംപോലെ തോന്നുന്നില്ല. ടോവിനോ യഥാർത്ഥത്തിൽ ഉരുത്തിരിയുന്നത് മൊയ്തിയില്ല. നായികയെ ടൊവിനെ കിട്ടാതെ വന്നപ്പോൾ ടൊവിനെക്കൊപ്പം പലരും ദുഃഖിച്ചു. എന്റെ മനസ്സിന്റെ സ്നേഹം എന്തെങ്കിലും ലോകം സത്യം. അപ്പൊ ഇവിടെ പരാജയപ്പെട്ടു, പക്ഷേ സിനിമയിൽ വിജയിച്ചു.
ടൊവിനോയും ഞാനും തമ്മിലുള്ള ഇത്രയും നാളത്തെ ബന്ധം ആക്ച്വലി നമ്മൾ ഈ സിനിമയിൽ ഒരുപാട് കഥകൾ കേൾക്കുമല്ലോ, അതുപോലൊരു കഥയാണ്. ABCD സിനിമ കാണുന്നത് ആക്ച്വലി ടൊവിനോയെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 7th ഡേയിൽ എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് മൊയ്തീനിൽ കോൺസിക്വന്റ്ലി എനിക്ക് ആദ്യം വന്നത് ടൊവിനോ എഫക്റ്റ് ആണ്. മറ്റു പലരും പല കാമം കൊണ്ട് നടന്മാരായതുണ്ട്. ഒരു വരവ് തന്നെ മാസം മെറിറ്റിൽ വന്നവനാണ്. Superstar Malayalam cinema. What a versatile actor. പൊളിറ്റിക്സ് പറയുന്നത് മെക്സിക്കൻ ഭാരതം ആ, yes, ഒരു mix. അയ്യവാ. അപ്പോ അങ്ങനെ അതും പൂർത്തിയായി എന്ന് നമ്മുടെ പറഞ്ഞില്ലേ. മലയാളത്തിന്റെ സ്വന്തം ഇമ്രാൻ ഹാഷ്മി. ഓ ലിപ് ലോക്കിന്റെ രാജകുമാരൻ. അല്ലെങ്കിലും പെൺകുട്ടികളെ മുഴുവൻ ഇതാണ് എപ്പോഴും ഓർത്തേക്കണ. ലിപ് ലോക്ക് എന്ന് പറയുമ്പോ എല്ലാ മറ്റോ തന്നെ പറയുന്നുണ്ട്, എന്നെ കാണുമ്പോ പെൺകുട്ടികൾ കാണാതെ. അല്ല, ഞാൻ പറഞ്ഞതാ. നമ്മുടെ ചെക്കനെന്ന് ഉമ്മച്ചപ്പേക്ക് ഇമ്രാൻ ഹാഷ്മി എന്താണിത്? ചെറിയൊരു അല്ല, ഉമ്മ വേറെ കൊടുക്കാൻ പാടില്ല. ആര് ഇപ്പൊ പിന്നെ ഉണ്ട് തോന്നണോ മലയാളത്തില്? മറ്റേ കുടുക്കോ അതിൽ ഏതിലൊക്കെ ഉണ്ട്. കൊടുക്കോ? കുടുക്ക് ആ മൂവിയില് അങ്ങനെ വേറെ ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ എനിവേ നമ്മള് തുടക്കം കുറിച്ചത് എന്താലേ ഒരു ട്രിബ്യൂട്ടിൽ ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് വീഡിയോ ഞാൻ പറയാനുള്ളത് മുഴുവൻ ടോവിനോന്റെ ഉമ്മ. എന്തൊരു കഷ്ടം നോക്കണം. അല്ലേ, ഞാൻ അത് വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പേര് കിട്ടിയില്ല ഇമ്രാൻ ഹാഷ്മി. ഉവ്വ. അതിപ്പോ ഓർത്തപ്പോ പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് മനസ്സിലായേ. എന്തായാലും അത് പോട്ടെ. പിന്നെ വേറെ എന്താ പറയുക, കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലെന്ന് പറയില്ലേ. ഇപ്പൊ ഫുള്ള് ആ കിസ്സുകൾ ആ സീനുകളാണ് ഓർക്കുന്നത് മുഴുവൻ. അപ്പൊ ഓക്കെ, ടോവിനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വന്ന ഒരാളാണല്ലോ. മാത്രമല്ല ടോവിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഭയങ്കര എന്താ പറയാ, വലിയ ക്യാരക്ടേഴ്സ് ഇല്ല, ഭയങ്കര കുറച്ച് ഗാംഭീര്യ ആവശ്യമുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. സാധാരണക്കാരല്ല, ഇപ്പൊ കൽക്കിലെ പോലീസ് ഓഫീസർ അങ്ങനത്തെയൊക്കെ സമയത്ത് ടോവിന്റെ ചില നിപ്പും ഭാവങ്ങളൊക്കെ ഉണ്ട്. അതായത് ആ ഒരു എല്ലാവർക്കും മുകളിൽ നിന്നുള്ള ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന അത് ഭയങ്കര രസമാണ്. ഇപ്പൊ വില്ലന്മാരെ കണ്ട് വില്ലന്മാർ നോക്കി നിൽക്കുന്ന സാധനമാവട്ടെ, അത് ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ ഈ പ്രണയിക്കുന്ന സീൻസിലെ ചില കാട്ടിക്കൊട്ടുള്ളത് എടുത്തുറട്ട് മാത്തനിലെ ചില കാര്യങ്ങള്. മാത്തനൊക്കെ ഒന്ന് പോയി തരാം മാത്താൻ ചോദിക്കുമ്പോ മാത്തൻ പറയുന്ന സംഭവം ഭയങ്കര ആകർഷിക്കപ്പെട്ട സംഭവം. ഇന്ന് ഞാൻ പോയിട്ട് നാളെ വരാന്ന് പറയും അല്ലെ. ആ ഒരു മൈൻഡൊക്കെ നമ്മൾ ആ സമയത്ത് എല്ലാവരും പറയായിരുന്നു, അങ്ങനത്തെ ഒരു മൈൻഡ് വേണം. കാരണം അത് അപ്പത്തെ ദേശത്തിൽ അത് കഴിഞ്ഞു അടുത്ത ഒക്കെ ഭയങ്കര രസമാണ്. അതേമാതിരി ഏറ്റവും അവസാനം മാത്രമേ വെടിവെച്ച് ആ കൊല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു നോട്ടം പോലും ഭയങ്കര ഹേർട്ട് ചെയ്ത സിനിമയാണ്. കാരണം നമുക്ക് തോന്നും മാത്രം ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നും. എന്താണ് മാത്രം ഇങ്ങനെ ഓടി മാത്രം എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു പടം നോക്കണ അവളെ എത്തിപ്പെടുന്ന, ഐ മീൻ അവള് ലാസ്റ്റ് ആ ഒരു അഭിനയത്തിന്റെ സംഭവത്തിൽ എത്തിത്തരുമ്പോ അവള് തിരിഞ്ഞു നോക്കുമ്പോ അവനെ കാണുന്ന സീനില്ലേ, അത് എനിക്ക് ഭയങ്കര എല്ലാ രസം, അതിൽ എല്ലാ സംഭവങ്ങളും. സോ മാത്തൻ ശരിക്കും മൂപ്പരുടെ ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മാത്തൻ. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ലൂക്ക നല്ല. പക്ഷെ ലൂക്ക വന്ന സമയത്ത് അത്ര ആളുകൾ സ്വീകരിക്കപ്പെടാത്ത പക്ഷെ ഇത് പാട്ടുകളായാലും ആ ക്യാരക്ടറായാലും മരിച്ചു പോയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ആ സ്റ്റോറി. പക്ഷെ ഭയങ്കര എന്നും നിലനിൽക്കുന്ന മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ടൈപ്പ് നല്ല നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിനേക്കാൾ കൂടുതൽ അർഹതപ്പെട്ട വിജയം നേടേണ്ട സിനിമകളായിരുന്നു. പക്ഷെ ഇറങ്ങിയ സമയം അങ്ങനെയാണല്ലോ, സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു ടൈമും എല്ലാം ഒന്നിച്ചു വരണം എന്നുള്ളതാണ്. അതെ അതെ അതെ. പക്ഷെ പിന്നീട് ആളുകൾ അംഗീകരിച്ചു കിട്ടും, അത് വേറെ കാര്യം. സോ ടോവിനെ കുറിച്ച് പറയുമ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര മാസ് ഡയലോഗ്സ് പറയുന്നതിൽ കുറച്ചും കൂടെ ഒരു സംഭവം ആയിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഐ മീൻ ഇപ്പോ രാജുവേട്ടൻ പറയുമ്പോൾ ഭയങ്കര മാസ് ഫീലാണ്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ഓരോന്നാണ് അല്ല പറയുക. അത് ചില സമയത്ത് തോന്നാറുണ്ട്. പറയാ ഒരു കുറവായിട്ട് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ആര് പറയാൻ ആരുമല്ല. പക്ഷെ എന്തൊരു സാധനമാണെന്ന് അറിയോ, നമ്മളാരും അല്ലേ. എന്നെ സിനിമ കാണുന്നവര് അതിൽ പറഞ്ഞെന്നുള്ളൂ. ആപ്പിന്ന് വലിച്ചിരിക്കുന്നു പറ്റി. ബാക്കി നീ പറഞ്ഞാ ഇതൊന്നും പറയില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നില്ല. വേണേ ചെയ്തോടെ, അത്രേ ഉള്ളൂ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തണം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എന്തിനെങ്ങനെ പറഞ്ഞു. ബൈ ബൈ.